തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്പെയർ പാർട്സ് കടയ്ക്ക് തീപിടിച്ചു. മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്നാണ് തീ പടർന്നത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി കടയുടമ പറഞ്ഞു. ഒരു 12 മണിയായപ്പോൾ എന്നെ ഇവിടെ നിന്ന് 2 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ കടയിൽ തീ കത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് ഫ്രണ്ടിലൊരു 4 വണ്ടി നമ്മളെ കടയുടെ ഫ്രണ്ടിലായിട്ടുണ്ടായിരുന്നു. ഈ 4 വണ്ടിയും കത്തിയതിന് ശേഷമാണ് തീ അകത്തോട്ട് കടന്നു പിടിച്ചാണ് നമ്മളെ കടയ്ക്കകത്ത് ഫുള്ള് കത്തിയത്. പിന്നെ ഒരു സംശയം പറയുന്നതെന്ന് പറയുമ്പോൾ ഒരു പയ്യൻ പറയുന്നുണ്ടായിരുന്നു, ഇതിനൊരു തീ കത്തണതിന് ഒരു 5 മിനിറ്റ് മുമ്പ് ഈ വണ്ടി ഇരുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു ബൈക്ക് പോയി ഇതിലോട്ട് കയറി പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. ഹാൻസ് ജോൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഹാൻസോൺ, എത്ര മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ കടയുടമ സംശയമുണ്ട്, ദുരൂഹതയുണ്ട് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് ഇദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരിക്കുന്ന കാര്യങ്ങൾ? ലക്ഷ്മി, ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു ഈ അപകടം ഉണ്ടാവുന്നത്. കാട്ടാക്കടയിൽ PNM റോഡിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന് മുന്നിൽ തന്നെ ഒരു 2 വീലർ വർക്ക്ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. 4 ഇരുചക്ര വാഹനങ്ങൾ ഈ അതിലൊരു ബൈക്കിലായിരുന്നു തീ പടർന്നത്. ഇതിൽ നിന്നുള്ള തീയാണ് പിന്നീട് സ്ഥാപനത്തിലേക്കും പടർന്നത്. സ്ഥാപനം ഒരു 3 മുറിയുള്ള ഒരു വാടക കെട്ടിടത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ 2 മുറികളുള്ള സ്ഥാപനം പൂർണ്ണമായും കത്തി എന്നാണ് ഏകദേശം ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഹാൻസിന്റെ. തിരുവനന്തപുരം കാട്ടാക്കടയിൽ സ്പെയർ പാർട്സ് കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത്. മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിൽ നിന്നാണ് തീ പടർന്നത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതായി കടയുടമ പറഞ്ഞു. ഇന്നലെ രാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നത് വ്യക്തമാവുകയുള്ളൂ.